सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां गुरुपादुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवं तीर्थीकरं तीर्थपदप्रदर्शकं पिबामि नित्यं गुरुचरणतीर्थम्. ஆக்கம் அளவு இறுதி இல்லாய் அனைத்து உலகும் ஆக்குவாய் காப்பாய் அழிப்பாய் அருள் தருவாய் போக்குவாய் என்னை புகுவிப்பாய் நின் தொழும்பில் நாட்டத்தின் நேரியாய் சேயாய் நனியானே மாற்றம் மனம் கழிய நின்றே மறையோனே கரந்தபால் கண்ணலொடு நெய் கலந்தார் போலச் சிறந்த அடியார் சிந்தனையுள் தேனூறி நின்று பிறந்த பிறப்பருக்கும் எங்கன் பெருமான் நிறங்கள் ஓர் 5 உடையாய் விண்ணோர்கள் ஏத்த மறைந்து இருந்தாய் எம்பெருமான் வல்வினை. ഇന്നലെ ഭഗവാന്റെ പഞ്ചകൃത്യത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ കണ്ടു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇതിനെയാണ് പഞ്ചകൃത്യം എന്ന് പറയണത്. ഈ പഞ്ചകൃത്യവും 5 രൂപമാറുന്നു ഭഗവാൻ ഈശ്വരൻ നടത്തിക്കൊണ്ടേയിരിക്കണം. ആ 5 രൂപങ്ങളും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന പൊരുൾ ഒന്ന് തന്നെയാണ്. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയണത് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മതത്വം എന്നുദ്ദേശിക്കുന്നത് സൃഷ്ടിക്ക് കാരണമായത് എന്നർത്ഥം. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആരാണോ സൃഷ്ടി ചെയ്യണത് ആ രൂപത്തിന് ബ്രഹ്മാവ് അല്ലേ. ഒരു പൂജാരിയെ നമ്മൾ പൂജകൻ എന്ന് വിളിക്കണം അല്ലേ. ഒരു ഭഗവതാരാധന ചെയ്യണ ഒരു പൂജകനെ നമ്മൾ പോറ്റി എന്ന് വിളിക്കണം. പക്ഷെ പോറ്റി അയാളുടെ പേരല്ല, പക്ഷെ അയാളുടെ കർമ്മമേ അയാൾക്ക് നാമം ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഒരു എൻജിനീയറിംഗ് പഠിച്ച ആള് അദ്ദേഹം പോയി എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ നമ്മൾ എൻജിനീയർ എന്ന് വിളിക്കണം. ഡോക്ടറെ, അയാളുടെ പേര് ഡോക്ടറെ അല്ല, ഡോക്ടർ എന്ന് വിളിക്കണം. അതുപോലെ ആ കർമ്മത്തിനെ ബേസ് ചെയ്തു ഭഗവാന് രൂപം നാമം വരണു. അതാണ് ഭഗവാൻ ഏതൊരു കർമ്മം, ഏതാ സൃഷ്ടി എന്നൊരു കർമ്മം ചെയ്യുമ്പോൾ ഭഗവാന് ബ്രഹ്മാവ് എന്ന് നാമം. അതുകൊണ്ടാണ് സകലത്തിനെയും ഭഗവാൻ ആക്കുവായി, ആക്കുവായി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു, ക്രിയേറ്റിംഗ് എവറിത്തിങ്. ക്രിയേറ്റിംഗ് എവറിത്തിങ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റർ വിൽ നോട്ട് ചേഞ്ച് അല്ലെ. ആ ക്രിയേറ്റർ ആണ് ഭഗവാൻ എന്ന് പറയണത്, ഈശ്വരൻ എന്ന് പറയണത്. കാപ്പായി അതേ ഭഗവാൻ തന്നെ നാരായണ രൂപം പൂണ്ട് കാപ്പായി എന്നുവെച്ചാൽ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകണം. കാപ്പായി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കണമെന്നർത്ഥം. എങ്ങനെ സംരക്ഷിക്കണു? ബ്രഹ്മവിദ്യയെ തന്നെ സംരക്ഷിക്കണു. എന്താ നാരായണൻ എന്ന വാക്കിനർത്ഥം എന്ന് പറഞ്ഞാൽ നാരം അയണം ഇതി നാരായണം. നാരം എന്ന വാക്കിന് നാരം പരമാത്മവിഷയകം, പരമാത്മാവിനെ, പരമമായ ആത്മാവിനെ കുറിക്കണ വിഷയ ആണ് നാരം എന്ന് പറയുന്നത്. അയണം, ആ പരമാത്മ വിഷയത്തിലേക്കുള്ള നമ്മുടെ അയണമാണ്, പോക്ക്, യാത്രയാണ് നാരായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മവിദ്യയെ കൊടുത്ത് രക്ഷിക്കണു, ആത്മവിദ്യയെ കൊടുത്ത് രക്ഷിക്കണു അല്ലേ. ആത്മവിദ്യോപദേശേ ത്രാതും ലോകാൻ, ഈ ആത്മവിദ്യയെ കൊടുത്ത് ഈ ലോകരെ രക്ഷിക്കണു അല്ലേ. അല്ലെങ്കിൽ വലിയ കഷ്ടമാണ്.
നമ്മൾ വെളിയിൽ ആരോ വന്ന് നമ്മളെ സംസാരത്തിൽ എന്തൊക്കെയോ സഹായം ചെയ്യണത് നമ്മൾ രക്ഷ എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ആ രക്ഷ കൊണ്ട് നമുക്ക് തൃപ്തിയുണ്ടോ? അയാൾ രക്ഷിച്ചതോടുകൂടി നമ്മുടെ അപകടം മുഴുവൻ ഇല്ലാതായോ? നമ്മുടെ ഭയം ഇല്ലാതായോ? പക്ഷെ ഈശ്വരൻ നമ്മളെ രക്ഷിച്ചാൽ, ഈശ്വരോ രക്ഷതു എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന്റെ രക്ഷ ഭയം എന്ന പ്ലെയിനിൽ നിന്ന് നമ്മളെ ഉയർത്തും. ഭയം എവിടെ ഉണ്ട് എന്ന് വെച്ചാൽ സംസാരത്തിലുണ്ട്. എപ്പോ നമ്മൾ മനസ്സുകൊണ്ട് ജീവിക്കണോ അപ്പോഴെല്ലാം ഭയമുണ്ട്. ഭയം മനസ്സിന്റെ സ്വരൂപമാണ്. കെഞ്ചിയും വഞ്ചിയായി കൊഞ്ചവും ഇറങ്ങിലൈ അഞ്ചലെன்றേ അരുൾ അരുണാചല. അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു അഭയരൂപത്തിൽ വരൂ ഭഗവാൻ. ഭഗവാനോ, ഭഗവാന്റെ വ്രതം എന്താണെന്ന് വെച്ചാ അഭയം സർവഭൂതേഭ്യ ദദാമിയേതത് വ്രതം മമ. രാമായണത്തിൽ രാമൻ പറയാണ്, എൻ്റെ വ്രതം എന്താണെന്നറിയോ? എല്ലാവർക്കും അഭയരൂപത്തിൽ പോയിരിക്കല്. എല്ലാവരുടെ ഉള്ളിലും അഭയമായിട്ടിരിക്കലാണ് എൻ്റെ വ്രതം. എങ്ങനെ അറിയാന്ന് വെച്ചാ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി ചെയ്യുക. അൾട്ടിമേറ്റ് പവറിന്റെ മുന്നിൽ പോയി നമ്മൾ ശരണാഗതി എപ്പോൾ ചെയ്യണോ അപ്പം നമുക്ക് ഭയം വിട്ടുപോയി. കാരണം അഭയത്തിലാണ് നമ്മൾ പോയി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അല്ലേ? സർവം ഒരു ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ ടെൻസ്ഡ് ആവണത്? ഭാഗവതത്തിൽ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എവിടെന്നാ നിനക്ക് ഈ ശക്തി അല്ലേ? എവിടെ ഇട്ടാലും നിനക്ക് ഒരു ഭയവും ഇല്ല. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ഭയമില്ലായ്മ? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ശക്തി എന്ന് പറയുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛൻ്റെ കയ്യിലാണ് ശക്തി. അതുകൊണ്ട് അച്ഛൻ എപ്പോ കൈ കഴുകിയോ ശക്തി വിട്ടുപോകും. പക്ഷേ ഞാൻ ശക്തിയുടെ കയ്യിലാണ് അല്ലേ? ശക്തിക്ക് എപ്പോഴെങ്കിലും ഹാനി വരുമോ? എങ്കിൽ അതിന് ശക്തി എന്ന് പേരില്ല അല്ലേ? ശക്തിയുടെ കയ്യിലാണ് ഞാൻ, ഭഗവാന്റെ കയ്യിലാണ്, പരാശക്തിയുടെ കയ്യിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ് അല്ലേ? കാപ്പായി അഴിപ്പായി അല്ലേ? എപ്പോൾ നമ്മൾ ഈശ്വരപ്രാപ്തിയിലെത്തിയോ സകലതിനെയും സംഹാരം ചെയ്യില്ല. സംഹാര തത്വം എന്ന് പറയുന്നത് ഈ ശരീരം മനസ്സ് എന്ന അഭിമാനത്തെ ഇല്ലാതാക്കണം. അതുകൊണ്ട് സംഹാരമൂർത്തി രുദ്രഹ എന്ന് പറയുന്നത്. രുദ്രൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനത്തിനെ ഇല്ലാതാക്കണു. ഒരു തരത്തിലും മൃത്യു കൂടെ നമ്മളെ അഭിമാനത്തിനെ ഇല്ലാതാക്കണം ഇല്ലേ? എത്ര വലിയ ധനം സമ്പാദിക്കുന്ന ആള്, എത്ര വലിയ ആൾക്കാരെ വിറപ്പിച്ച ആളായിക്കോട്ടെ, യമനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല അല്ലേ? യമൻ ആരാ? ഭഗവാൻ സാക്ഷാത് പരമേശ്വരൻ. കാലൻ എന്ന് പറയുന്നത് പരമേശ്വരൻ തന്നെ അല്ലേ? മൃത്യു രൂപത്തിലിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെ, പരമേശ്വരനാണ്. മൃത്യവേ സ്വാഹ, മൃത്യവേ സ്വാഹ അല്ലേ? മൃത്യുരൂപത്തിൽ വരുന്നത് പരമേശ്വരൻ. യമൻ ഓലൈ വന്താൽ ചൊല്ല ഉത്തരം ഉണ്ടോ? തായ്മാനവർ സ്വാമി പാടിയിരിക്കണം, യമന്റെ ഓല വന്നാ പറയാൻ വല്ല ഉത്തരവുണ്ടോ? ഞാൻ പോയി എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം ക്ലിയർ ചെയ്ത് മക്കളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ കൂടെ യമൻ കേൾക്കുകയില്ല. ദാറ്റ് മൊമെന്റ് യമൻ കൊണ്ടുപോകും. ആ സെക്കൻഡ് യമൻ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഇന്ന് നാളെയെന്ന് നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല ഭഗവതാരാധന. എപ്പോൾ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് വേറെ വ്യവഹാരത്തില് നമ്മൾ പോയി തലയിട്ടിരിക്കണോ, ഭഗവാൻ മൃത്യുരൂപത്തിൽ വന്ന് നമ്മളെ സംഹാരം ചെയ്യും. അഴിപ്പായി അരുൾ തരുവായി. അരുൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് തിരോധാനം ചെയ്യണത് ഒരരുൾ. ഈ പ്രപഞ്ചത്തില് പ്രകർഷേണ 5, അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തില് താപമുണ്ട്, ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിൽ നിന്നും നമ്മളെ പതുക്കെ തിരോധാനം ചെയ്യൽ എന്ന് വെച്ചാൽ ഈ ദുഃഖം നമുക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കുക അല്ലെ? ഇൻവിസിബിൾ ആയിട്ട് നടന്ന ആൾക്കാർക്കൊന്നും നമ്മളെ കാണാൻ പറ്റില്ല എന്നല്ല, അത് നമുക്ക് ആൾക്കാരെയൊക്കെ കാണാം. അതുപോലെ ഭഗവാന്റെ തിരോധാനം എന്ന് പറഞ്ഞാൽ ദുഃഖമൊക്കെ ഇവിടെ ഉണ്ടാവും, നമുക്ക് അഫക്റ്റ് ചെയ്യേയില്ല അല്ലേ? എത്ര 70 കിലോ ഉള്ള ഈ ബോഡി അല്ലെ, 56, 60, 90 കിലോ വരെ ഉണ്ട് പലർക്കും.
ആ ബോഡിയെ നിഷ്പ്രയാസം വെച്ചുകൊണ്ട് ഓടണു, ചാടണു, അവിടെ പോണു, ഇവിടെ പോണു, വളഞ്ഞിരിക്കണു, യോഗ ചെയ്ത് കമന്നും മലന്നൊക്കെ ഇരിക്കണു. നിഷ്പ്രയാസമാണ് തൂക്കിക്കൊണ്ട് നടക്കണത് അല്ലേ? ഒരു പൂവെടുക്കണ ലാഘവം പോലും തോന്നലില്ല നമുക്ക്. പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ, ആ ഓണർ അങ്ങോട്ട് പോയാലോ, 4 പേര് വേണം തൂക്കാൻ. ഈ 4 പേര് പ്രയാസപ്പെട്ട് തൂക്കിക്കൊണ്ടിരുന്ന വസ്തുവിനെയാണ് നമ്മൾ നിഷ്പ്രയാസം കൊണ്ട് നടന്നത്, അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ആ ശക്തി അല്ലേ? അതുപോലെയാണ് ജ്ഞാനികൾക്ക്, ഈശ്വരനെ അറിഞ്ഞവർക്ക്, അനുഗ്രഹം കിട്ടിയവർക്ക് പ്രാരാബ്ധം. അല്ലാത്തവർക്ക് അയ്യോ വലിയ ക്ഷീണം, ഇതുകൊണ്ട് നടക്കാൻ പറ്റില്ല, ഭഗവാൻ എന്തിന് എനിക്ക് ഇങ്ങനെ ഒരു ഗതി തന്നു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ജ്ഞാനികൾ ഒന്നും പറയേയില്ല. ദേ ആർ ഫ്രീ. എടുത്ത് 60 കിലോ കൊണ്ട് ഓടുന്നത് പോലെ, ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ കൊണ്ട് ഓടും. എന്താന്ന് വെച്ചാൽ ദേ ആർ ഫ്രീ. അപ്പോൾ അത് ഒരു അനുഗ്രഹം. തിരോധാനം ഒരു അനുഗ്രഹം അല്ലേ? അല്ലാതെ തിരോധാനം നമുക്ക് എന്തനുഗ്രഹം? അതും ഒരു അനുഗ്രഹം തന്നെ, തത്കാലത്തേക്കൊരു ശാന്തി. പിന്നൊന്ന് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭഗവതാരാധന ചെയ്യാൻ പറ്റണത്, ഈശ്വരനെ ആരാധിക്കാൻ പറ്റണത് തന്നെ വലിയൊരു അനുഗ്രഹം. ഇത് നമ്മൾ വിസ്താരമായിട്ട് നമ്മൾ കണ്ടു. ആ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ പാതയിലേക്ക് നമ്മൾ എത്തുക. ആ പാതയിലേക്ക് നമ്മൾ പോയി വീഴുക അല്ലെ, പതിക്കുക. ധീകുല്യാ സരണിഷു പതന്തി. എവിടേക്കാ പതിക്കേണ്ടതെന്ന് വെച്ചാൽ ഭഗവത് നാമമാകുന്ന തടത്തിൽ പോയി പതിക്കാം. സത്സംഗമാകുന്ന തടാകത്തിൽ പോയി പതിക്കുക. അങ്ങനെ പതിച്ചാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ആത്മാനുഭവം കിട്ടും, ഭഗവത് അനുഭവം കിട്ടും അല്ലേ? കേവല ആനന്ദരൂപം, ആ ആനന്ദമായിട്ടുള്ള അനുഭവം നമുക്ക് കിട്ടും. ആ അനുഭവം എന്താണെന്നാണ് അടുത്ത വ്യാഖ്യാനിക്കുന്നത്. പാട്ടിലൂടെ പറഞ്ഞു തരണു നമുക്ക്. എന്താ? കറന്തപാൽ കന്നലൊടു നെയ് കലന്താർപോൽ ശിരന്ത അടിയേർ ചിന്തനയുൾ തേനൂറിനിன்று. കറന്തപാൽ അല്ലെ, കറന്ന പാൽ. കന്നലുടൻ, കന്നൽ എന്ന് പറഞ്ഞാൽ കരിമ്പിന്റെ ചാറ്. നെയ് കലന്താർ പോലെ, കറന്ന പാലില് കരിമ്പിന്റെ ചാറൊഴിച്ച് നെയ്യ് കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നല്ല മിക്സ് ചെയ്ത് മിക്സിയിലിട്ടൊക്കെ ഒന്ന് അടിച്ച് വച്ച എത്ര മാധുര്യം ഉണ്ടാവുമോ അറിയില്ല. പരീക്ഷിച്ച് നോക്കിയാലേ അറിയാവൂല്ലേ? വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ. കറந்த പാലില് നെയ്യ് ഒഴിച്ച് ഈ കരിമ്പിനെ ഒഴിച്ച് പരീക്ഷിച്ച് നോക്കൂ. സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും ഓരോ ബാത്റൂം ഉണ്ടെങ്കിൽ ഓക്കെ, ഓരോ ബാത്റൂം സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അറിയില്ല എന്താ റിയാക്ഷൻ. പക്ഷേ ദേ ആർ എക്സ്പ്രസിങ്. വൈ ദേ ആർ എക്സ്പ്രസിങ് ലൈക്ക് ദിസ്? ബിക്കോസ് അനുപമിതം. ഈ അനുഭവത്തെ അനുപമിതം. ഇത് ആരറിയണോ അവരറിഞ്ഞു. യസ്യാമതം തസ്യമതം. ആര് അറിഞ്ഞില്ലയോ അവ അറിഞ്ഞില്ല, ആരറിഞ്ഞോ അവൻ അറിഞ്ഞിരിക്കണു. അപ്പൊ ഈ അനുഭവത്തെ ആരറിയണോ അവന് ഈ അനുഭൂതിയെ വെളിയിൽ ദേ കാണ്ട് എക്സ്പ്രസ്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ വെച്ച് എക്സ്പ്രസ് ചെയ്യാനേ പറ്റില്ല. കാരണം ആ ആനന്ദ ബോധം എന്ന് പറയണത് സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം അനുപമിതം. ദാറ്റ് ഈസ് അനുപമിതം. ഉപമിക്കാനേ സാധ്യമല്ല. കാലദേശാവധിഭ്യം. നമ്മളോ കാലദേശം. ഇവിടുന്ന് ഇപ്പോ നോർത്തിലേക്ക് പോയാൽ തണുക്കണു പറയും. ഇവിടെ തന്നെ വലിയ ചൂട് വന്നാൽ ചൂടാകണു എന്ന് പറയില്ലേ? കാലത്തിനും ദേശത്തിനും നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാനോ കാലദേശാവധിഭ്യാം. അതുകൊണ്ടാണ് സന്യാസിമാരെ എത്രയൊക്കെ തണുപ്പുണ്ടോ ചൂടുണ്ടോ ഒന്നും നോക്കാതെ ഒരിടത്ത് പോയി ശാന്തമായിട്ട് സ്വെറ്റർ കൂടെ ഇടാതിരിക്കണത്. എന്താന്ന് വെച്ചാൽ കാലദേശാവധിഭ്യാം. നിർമുക്തം നിത്യമുക്തം. നമ്മള് മുക്തൻ എന്നൊക്കെ പറയണമെങ്കിൽ കൂടെയും നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നും മുക്തമായിട്ടില്ല. നല്ല മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗ്ലാസ് തറയിൽ വീണാൽ പോയി മെഡിറ്റേഷൻ. എന്താന്ന് വെച്ചാൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ മുക്തനായിട്ടില്ല. ബാഹ്യ വസ്തുക്കളിൽ നിന്നും ഒരു ഒരു ഒരു
ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ മുക്തനായിട്ടേ ഇല്ല. അല്ലേ? എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് പറയാൻ നോക്കണത്. ഉള്ളിലിരുന്നത് പറയാനേ സാധ്യമല്ല, ഇല്ലേ, ഈ അനുഭവം. അതുകൊണ്ട് അവർക്ക് ഏതൊക്കെയോ വസ്തുക്കളൊക്കെ എടുത്തിട്ട് കാണിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം, അങ്ങനെ ഒരു അനുഭൂതി. ഇന്നലെ വരെ നമ്മൾ കഴിച്ചൊരു സാധനം പറഞ്ഞാൽ അതൊന്നും തോന്നും, ഇത് കഴിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനം പോലെ അവർ പറയാണ്. കറന്തപാൽ കന്നലുടൻ നെയ് കലന്താർ പോലെ ശിരന്ത അടിയേൻ, ശിരന്ത അടിയേൻ, ഈ എളിയ അടിയൻ, അല്ലേ, വലിയ അല്ലേ, ആരാണ് ഇതിന് ഉത്തമമായിട്ടുള്ള ഒരു അധികാരി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യില്ലേ. ഞാൻ അധികാരിയൊന്നുമല്ല, അവർ നല്ല അധികാരിയാണ്, കുട്ടിക്കാലത്തിലെ ശാസ്ത്രവിത്താണ്. നമ്മൾ കാലമൊക്കെ പോയി, ഇപ്പൊ ഇത്ര വയസ്സായിട്ട് ഇനി എന്ത് ശാസ്ത്രം, ഇനി ഉള്ള കാലം അങ്ങോട്ട് ജീവിച്ച് കളയാല്ലേ. എല്ലാവരുടെ ടോക്ക് ഇതാണ്. പക്ഷെ ഇവിടെ പറയണു, ശിരന്ത അടിയേൻ യാനേനോ തപം ചെയ്തേൻ ശിവായ നമയനപ്പെട്ടേൻ. നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുക, എന്ത് തപസ്സാ ചെയ്തത്? ഒരു തപസ്സും ചെയ്തില്ല, പക്ഷെ ശിവായ നമയനപ്പെട്ടേൻ, ആ ഭഗവാൻ എനിക്ക് കിട്ടി. അപ്പൊ നമുക്കൊന്നും അറിയില്ലേ, കരയാ അറിയാമോ? കരഞ്ഞു നോക്കൂ, കിട്ടും ഭഗവാനെ. വെറുതെ അങ്ങോട്ട് ഇരുന്ന് കരയൂ, ഭഗവാനെ എനിക്ക് വേണം. ഒരു മന്ത്രം വേണ്ട, ഒരു സംസ്കൃതം വേണ്ട, കരയൂ, ഉള്ളുരുകി കരഞ്ഞു നോക്കൂ, ഭഗവാനെ നമുക്ക് കിട്ടില്ലേ. അഴുതാൽ ഉണ്ണൈ പെറലാമേ. ഒരു മന്ത്രവും അറിയില്ലെങ്കിൽ കൂടെ ഇരുന്ന് അങ്ങോട്ട് മനസ്സുരുകി ഭഗവാനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് കരഞ്ഞു നോക്കൂ. ദാറ്റ് ഭഗവാൻ വിൽ മാനിഫെസ്റ്റ്. എങ്ങനെ? ആത്മസ്വരൂപമായിട്ട് മാനിഫെസ്റ്റ് ആവും. തൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ മാനിഫെസ്റ്റ് ആവും. അപ്പോൾ അതിനെയാണ് അനുഭവം എന്ന് പറയണത്. ശിരന്ത അടിയേർ ചിന്തനയുൾ തേനൂറിനുണ്ട്. എവിടെ? വെളിയിലൊന്നുമല്ല, ചിന്തയിൽ തേനൂറിനുണ്ട്. ഏതാ? മനസ്സ് മുഴുവൻ ടേസ്റ്റ് ചെയ്യാം, അല്ലേ? ആർക്ക് ടേസ്റ്റ് ചെയ്യാം? എനിക്ക് മാത്രം ടേസ്റ്റ് ചെയ്യാൻ തക്കതായിട്ട് മാധുര്യമായിട്ട് എൻ്റെ മനസ്സു മാറിയിരിക്കണു. ശിരന്ത അടിയേൻ ചിന്തനയുൾ തേനൂറിനിன்று പിറந்த പിറപ്പറുക്കും എങ്കൻ പെരുമാൻ. അത് കണ്ട വെളിയിലുള്ള പിറപ്പ്, അല്ലെ? പിറപ്പ് എന്ന് പറയുന്നത് തന്നെ സംസാരം. സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ വലിയ ദുരന്തം പിടിച്ച പരിപാടിയാണ്. സനന്തരാദികളെല്ലാം ബ്രഹ്മാവിന്റെ ജോലി തന്നെ ചെയ്തോളൂ, മാനസപുത്രന്മാരല്ലേ, ബ്രഹ്മാവിന്റെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ട ഈ സൃഷ്ടി പൊല്ലാപ്പ് പിടിച്ച വേല വേണ്ട, എനിക്ക് ബ്രഹ്മവിദ്യ മതി എന്ന് പറഞ്ഞ് 4 പേരും അലയാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു താപം, അല്ലേ, ഒരു ദുഃഖം. അപ്പൊ പിറந்த പിറപ്പ് അറുക്കും. എന്താ? വലിയൊരു ആനന്ദത്തിനെ കിട്ടി, ബ്രഹ്മവിദ്യയാകുന്ന ആനന്ദത്തെ കിട്ടിയപ്പോ പിറந்த പിറപ്പ് അറുത്ത്. ഈ പിറந்த പിറപ്പ് അങ്ങോട്ട് പോയി. ആരാ അറുക്കാൻ സഹായിച്ചത്? എങ്കൻ പെരുമാൻ. ഏതാ പെരുമാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തേനൂറിനിன்ற ആ മാധുര്യമായിട്ട് നിന്ന് ആത്മസ്വരൂപമായിട്ടിരുന്ന ആ ഭഗവാൻ പിറந்த പിറപ്പ് അറുത്തു. എന്നാ ഭഗവാൻ എവിടെ പോയി കാണാം? ആനന്ദം എവിടെയുണ്ടോ അവിടെയെല്ലാം ഭഗവാനുണ്ട്. കേവൽ ആനന്ദരൂപം. ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. എവിടെയുണ്ട് ഭഗവാൻ? എല്ലായിടത്തും ഉണ്ട്. എവിടെയാ ഇല്ലാത്തത് ഭഗവാൻ? അല്ലേ? ഭഗവാൻ എവിടെയാ ഇല്ലാത്തത്? നിറങ്ങൾ ഓർ 5 ഉടയായി വിണ്ണോർകൾ ഏത്ത മറൈந்து இருந்தாய் എമ്പെരുമാൻ വൽവിനെ. എവിടെയാ ഭഗവാൻ ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പഞ്ചഭൂതങ്ങളിലുണ്ട് ഭഗവാൻ. നിറങ്ങൾ ഓർ 5 എന്ന് വെച്ചാൽ 5 നിറങ്ങൾ എന്ന് പറഞ്ഞാൽ 5 തരത്തിൽ 5 നിറത്തിലിരിക്കണ പഞ്ചഭൂതങ്ങളിലും ഭഗവാൻ ഇരിക്കണം. ഏതാ? അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം, പഞ്ചഭൂതങ്ങളിലും ഭഗവാൻ ഇരിക്കണം. അല്ലേ? നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ ഒക്കെ പോയ പഞ്ചഭൂത ക്ഷേത്രം കാണാം ഭഗവാന്റെ, അല്ലേ? അഗ്നി ക്ഷേത്രം കാണാം, തിരുവണ്ണാമല കാണാം, ആകാശക്ഷേത്രം കാണാം, വായുക്ഷേത്രം കാണാം, അല്ലേ? ജലക്ഷേത്രം കാണാം, ഭൂമിക്ഷേത്രം കാണാം, അല്ലേ? പല ക്ഷേത്രങ്ങൾ രൂപത്തിലും ഇരിക്കുന്നത് ഒരേ വസ്തു തന്നെ, ഒരേ ശിവൻ തന്നെ. അവിടെ ഒരേ അഭിഷേകം, രുദ്രാഭിഷേകം തന്നെ, അല്ലെ? പല രൂപത്തിലിരിക്കുന്നത്, പഞ്ചഭൂതത്തിനും അധിപനായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ, അല്ലേ? ഇനി പഞ്ചകോശമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാ?
ഭഗവാൻ തന്നെ അല്ലേ? അന്നമായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. ഏ അന്നേഷു വിവിധ്യന്തി പാത്രേഷു പിപഥോജനാണ്. പ്രാണനായിട്ടിരിക്കുന്നത് ഭഗവാൻ. പ്രാണശ്ചമേ അല്ലേ? പ്രാണമായിട്ടിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെ. മനസ്സായിട്ടിരിക്കണം. മനസ്സശ്ചമേ സൗ മനസ്സശ്ചമേ അല്ലേ? ഭഗവാൻ തന്നെ മനസ്സായിട്ടിരിക്കണത്. വിജ്ഞാനമായിട്ടിരിക്കണത്, വിദ്യയായിട്ടിരിക്കണത് ആരാ? ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം അല്ലേ? വിദ്യയായിട്ടിരിക്കണതും ഭഗവാൻ തന്നെ, ഇരിക്കണതും ഭഗവാൻ തന്നെ അല്ലേ? ജ്യേഷ്ഠായ ച കനിഷ്ഠായ ച നമഃ പൂർവജായ ച പരജായ ച നമോ മധ്യമായ ച പ്രഗൽഭായ ച നമോ ജഗന്യായ ച ബുദ്ധ്നിയായ ച അല്ലേ? ബുദ്ധിരൂപത്തിൽ, വിജ്ഞാന രൂപത്തിലിരിക്കുന്നതും ഭഗവാൻ തന്നെ. ആനന്ദമായിരിക്കുന്നതും ഭഗവാൻ തന്നെ അല്ലേ? ശിവ ആനന്ദലഹരി. ആനന്ദസ്ഫുരത് അനുഭവാഭ്യാം ശിവ ആനന്ദലഹരി. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്. ആ ആനന്ദമായിട്ടിരിക്കുന്നതും പഞ്ചകോശമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ. എങ്ങനെ ഇരിക്കണു? പഞ്ചകോശത്തിൽ പോയി, അന്നത്തിൽ പോയി നോക്കിയാൽ എവിടെ ഭഗവാൻ ഇരിക്കണു? പ്രഹ്ലാദൻ തൂണ് പൊട്ടിച്ച് ഭഗവാനെ കാണിച്ചില്ല, തൂണിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ വിശ്വാസം രക്ഷിച്ചു. എൻ്റെ അന്നത്തിൻ്റെ ഉള്ളിലെ ഒരു അന്നമാണ് നമ്മളായിട്ടിരിക്കുന്നത്, പ്രാണനായിട്ടിരുന്നത്, മനസ്സായിട്ടിരുന്നത്, വിജ്ഞാനമായിട്ടിരിക്കുന്നത് അല്ലേ? അന്നമേ കൊടുക്കാതെ ഒരാൾക്ക് ഉപനിഷത്തെ കഴിക്കാൻ കൊടുത്താൽ, ഉപനിഷത്തെ നീ പഠിച്ചോളൂ, നിനക്ക് അന്നമേ വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല. അന്നം വേണം. അന്നത്തിലൂടെ അന്നേന പ്രാണാഹ പ്രാണേർ ബലം ബലേന തപസ്തപസാ ശ്രദ്ധാ ശ്രദ്ധയാമേതാമേതയാ മനീഷ മനീഷയാമനോ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിജ്ഞ സ്മൃത്യാഹ സ്മാരഗ്ഗ സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി അല്ലേ? അന്നത്തിലൂടെയാണ് ആത്മാവിനെ കൂടെ അറിയണത് അല്ലേ? അന്നം അമൃതമാണ്. അന്നം തത് ബ്രഹ്മ. അന്നം ബ്രഹ്മമാണ്. ന നിന്ദ, അതിനെ നിന്ദിക്കാൻ പാടില്ല. അതുകൊണ്ട് പഞ്ചഭൂതമായിട്ടിരിക്കുന്നതും പഞ്ചകോശമായിട്ടിരിക്കുന്നതും അല്ലേ, പഞ്ചകൃത്യമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ. പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ അല്ലേ? ദേവിയുടെ ഒരു നാമം എന്താ? പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ. പഞ്ചസംഖ്യയായിട്ടിരിക്കുന്നതും സാക്ഷാത് പരമേശ്വരി തന്നെയാണ്. എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ മറൈന്തിരുന്ന് എംപെരുമാൻ വൽവിനെ. ഇവിടെ ഈ സംസാരത്തിൻ്റെ എല്ലാ താപത്തിൻ്റെ ഇടയിലും ഭഗവാൻ മറഞ്ഞിരിക്കണം. മറൈന്ത് ഇരുന്ന് എംപെരുമാൻ, ഭഗവാൻ മറഞ്ഞിരിക്കണമെന്ന് പറയണു. മറൈന്തിട മൂടിയ മായൈ ഇരുളൈ അറം പാവം എന്നും അരും കയற்றாൽ கற்றி புறந்தோல் போர்த்து எங்கும் புழு அழுக்கு மூடி மலம் சோறும் 9 வாயில் குடிலை மலங்கப் புலன் 5 വഞ്ചனை ചെയ്യ. അടുത്ത മന്ത്രത്തെ നമ്മൾ നാളെ വിചാരം ചെയ്യാം. തുടർന്ന് നമുക്ക് നാളെ കാണാം. ഇനിയുള്ള ഭാഗം സ്പീഡിൽ അർത്ഥം പറഞ്ഞു പോകാം. കാരണം തത്വത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, തത്വത്തെ കിട്ടിക്കഴിഞ്ഞു. ഇനി അർത്ഥം പറഞ്ഞ് നമുക്ക് ബാക്കി തീർക്കാം. ഇനി 5-5 വെച്ച് 10-10 ശ്ലോകം വെച്ചിട്ടായിരിക്കും ഡെയിലി പോണത്. തുടർന്ന് നമുക്ക് കാണാം. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേഖം രമണാഖ്യം അഹം ഹരി ഓം.